പ്രിയമുള്ളവരെ, ഈശോ കുരിശിൽ കിടന്ന് പറഞ്ഞ 7 വചനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 2 വചനങ്ങൾ ധ്യാനിച്ചു. ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകളിൽ, വേദനകളിൽ എങ്ങനെ നമ്മൾ ദൈവകരങ്ങളിൽ നിന്ന് ആശ്വാസം സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കുവാനാണ്. ഒരു നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ ഈശോയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുരിശുകൾ യേശു സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുവാനും രക്ഷാകരമാകുവാനും വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, 3ാമത് കുരിശിൽ ഈശോ പറഞ്ഞ വചനം യോഹന്നാന്റെ സുവിശേഷം 19:26. യോഹന്നാൻ 19 അധ്യായം 26. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, കുരിശിൽ യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം അത് പരിശുദ്ധ അമ്മയാണ്. വചനം പറയുന്നു, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പോൾ ആരായിരിക്കണം ക്രിസ്തു ശിഷ്യൻ? അല്ലെങ്കിൽ യേശു ആരെയാണ് ക്രിസ്തു ശിഷ്യനായി കാണുന്നത്? ആരെല്ലാം അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കുന്നുവോ അവരാണ് ക്രിസ്തു ശിഷ്യൻ. നമുക്കറിയാം, കാൽവരിയിൽ യോഹന്നാൻ സകല ക്രൈസ്തവ മക്കളെയും പ്രതിനിധാനം ചെയ്യുകയാണ്. യേശുവിനെ അനുഗമിക്കുന്ന സകലരെയും യോഹന്നാൻ പ്രതിനിധാനം ചെയ്യുകയാണ്. അപ്പോൾ ആരായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യൻ? അവൻ്റെ മാനദണ്ഡം എന്താണ്? അവൻ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിക്കുന്നവനായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അമ്മയെ നിഷേധിച്ചുകൊണ്ട്, അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ക്രൈസ്തവ ജീവിതം യേശു പോലും വിഭാവനം ചെയ്യുന്നില്ല. അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിക്കണം, അവനാണ് ക്രിസ്തു ശിഷ്യൻ എന്ന് കാൽവരി പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മ ഏറ്റവും വലിയ സമ്മാനമാണ്. നമുക്കറിയാം, കുരിശിൻ്റെ വഴിയിൽ 2 ഇടങ്ങളിലാണ് പരിശുദ്ധമ്മ വരുന്നത്. ഒന്ന് ഈ അവസാനത്തെ നിമിഷങ്ങളിൽ, മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ 4ാം സ്ഥലത്ത് യേശുവിൻ്റെ ശരീരം കുരിശിൽ നിറക്കി അമ്മയുടെ മടിയിൽ കിടത്തുന്നു. നമുക്കറിയാം, ഈ 2 ഇടങ്ങളിൽ പ്രത്യേകം കുരിശിൻ്റെ വഴി പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ഈ കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥനയിൽ എനിക്കൊരുപാട് വേദന തോന്നിയിരിക്കുന്ന ഒരു ഭാഗം അത് 4ാം സ്ഥലമാണ്. ഈ 14 സ്ഥലങ്ങളിൽ ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് 4ാം സ്ഥലമാണ്. കാരണം യേശു 3ാം സ്ഥലത്ത് 1ാമത്തെ പ്രാവശ്യം വീണെഴുന്നേൽക്കുമ്പോൾ യേശു കാണുന്ന കാഴ്ച, പ്രിയപ്പെട്ടവരെ, അമ്മയെയാണ്. അമ്മ അത് കാണുന്നു. അമ്മ ആ ദാരുണമായ സംഭവം കാണുകയാണ്. നമുക്കറിയാം, കുഞ്ഞുനാളിലൊക്കെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചെല്ലുമ്പോൾ, ആബേലച്ചൻ്റെ കുരിശിൻ്റെ വഴിയാണ്, അവിടെ നമ്മൾ കാണും വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ. അമ്മയുടെ ദുഃഖം മകൻ്റെ വേദന വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആബേലച്ചൻ വളരെ വൈകാരികമായിട്ട് ആ പ്രാർത്ഥന എഴുതി പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയൊരു ചിന്ത വരും, എന്തിനാണ് ഈ ദാരുണമായ കാഴ്ച കാണിക്കുവാൻ ആ പാവപ്പെട്ട അമ്മയെ കൊണ്ടുവന്ന് നിർത്തിയത്? ഈ ദാരുണമായ കാഴ്ച കാണിക്കുവാൻ എന്തിന് ഈ അമ്മയെ കൊണ്ടുവന്ന് നിർത്തി? നമ്മുടെ മനസ്സിൽ വരാവുന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട് കുഞ്ഞുനാളിലൊക്കെ. ഏറ്റവും വൈകാരികമായ രീതിയിലാണ് ആബേലച്ചൻ അതിനെ
അവതരിപ്പിക്കുന്നത് വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, അമ്മയുടെ ദുഃഖം, മകൻ്റെ വേദന വർദ്ധിപ്പിക്കുന്നു. എന്തിനാണ് ഈ ദാരുണമായ കാഴ്ച ദൈവം അനുവദിച്ചത്? ഒരു ചോദ്യമാണ്. എന്നാൽ വത്തിക്കാൻ സെക്കൻഡ് പഠിക്കുന്ന സമയത്ത്, വത്തിക്കാൻ സെക്കൻഡിൻ്റെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത്, വത്തിക്കാൻ സെക്കൻഡ് സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ലൂമൻ ജെൻസിയം സഭയെക്കുറിച്ച് പഠിപ്പിക്കുക. അപ്പോൾ ഈ സഭ എന്താണ്? സഭ ക്രിസ്തുവിൻ്റെ പിന്നാലെ തീർത്ഥാടനം ചെയ്യുന്നൊരു സമൂഹമാണ് സഭ. സഭയുടെ സ്വഭാവം ഇതെല്ലാം വത്തിക്കാൻ സെക്കൻഡ് പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പഠിപ്പിച്ചതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ, അവസാനത്തെ ചാപ്റ്ററിൽ വത്തിക്കാൻ സെക്കൻഡ് ഇങ്ങനെയാണ് പറയുന്നത്: മേരി ദ സൈൻ ഓഫ് ട്രൂ ഹോപ്പ് ആൻഡ് കംഫർട്ട് ഫോർ ദ പിൽഗ്രിം പീപ്പിൾ ഓഫ് ഗാഡ്. അല്ലേ, ഇത് പ്രത്യാശയുടെ വർഷമാണ്. നമ്മൾ തീർത്ഥാടകരാണ്, അല്ലേ, പ്രത്യാശയുടെ തീർത്ഥാടകർ. എന്തിൻ്റെ തീർത്ഥാടകർ? കുരിശും വഹിച്ചുകൊണ്ട്. അപ്പോൾ സഭ പഠിപ്പിക്കുകയാണ്, സെക്കൻഡ് വത്തിക്കാൻ സുനകദോസ് ലൂമൻ ജെൻസിയം 8-ാമത്തെ അധ്യായത്തിൽ, മേരി ദ സൈൻ ഓഫ് ട്രൂ ഹോപ്പ് ആൻഡ് കംഫർട്ട് ഫോർ ദ പിൽഗ്രിം പീപ്പിൾ ഓഫ് ഗാഡ്. എന്താ അർത്ഥം? എന്താ? പരിശുദ്ധ കന്യകാമറിയം തീർത്ഥാടക സമൂഹത്തിൻ്റെ പ്രതീക്ഷയും ആശ്വാസവുമാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്നാണ് ഈ സെക്കൻഡ് വത്തിക്കാൻ സുനകദോസിൻ്റെ ക്ലാസ് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ ചിത്രം വരുന്നത്. ആരാണ് തീർത്ഥാടക സമൂഹം? യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ പോകുന്നവർ. അപ്പോൾ യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെ പോകുന്നവർക്ക് പരിശുദ്ധമ്മ പ്രതീക്ഷയും ആശ്വാസവുമാണെന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുക. എന്ന് വെച്ചാൽ യേശു കുരിശും വഹിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴിയിൽ വരുമ്പോൾ 4-ാം സ്ഥലത്ത് മകൻ്റെ വേദന വർദ്ധിപ്പിക്കുന്ന സാന്നിധ്യമല്ല പരിശുദ്ധമ്മ, മറിച്ച് ഇനിയും 10 സ്ഥലങ്ങൾ നടക്കാനുണ്ട്. ഇതാ ആ അമ്മ 4-ാം സ്ഥലത്ത് പ്രത്യാശയും ആശ്വാസവുമാണ്. ഈ പ്രത്യാശ വർഷത്തിലാണ് നമ്മൾ നമ്മുടെ പ്രത്യാശയ്ക്ക് ബലം കൂട്ടുന്നത്. അത് പരിശുദ്ധമ്മയാണ്. കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധമ്മ മകൻ്റെ വേദന വർദ്ധിപ്പിക്കുന്ന യാഥാർത്ഥ്യമല്ല, മറിച്ച് കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധമ്മ ആശ്വാസമാണ്, പ്രതീക്ഷയാണ് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെയാണ് യേശു തരുന്നത്. ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സഭയെ ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭയെ പരിശുദ്ധമ്മയ്ക്ക് ഏൽപ്പിക്കുകയാണ്, നമ്മളെ പരിശുദ്ധമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അമ്മേ, ഇതാ നിൻ്റെ മകൻ, ഈ മക്കളെ നോക്കിക്കൊള്ളണം, ഈ മക്കളുടെ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, സമ്മാനമാണ് പരിശുദ്ധ അമ്മ. 2 യോഹന്നാനോട് പറയും, ഇതാ നിൻ്റെ അമ്മ എന്ന് വെച്ചാൽ ഓരോ ക്രൈസ്തവ ശിഷ്യനോടും ഈശോ കുരിശിൽ വെച്ച് പഠിപ്പിക്കുക, എൻ്റെ അമ്മ എങ്ങനെ കുരിശ് സ്വീകരിച്ചുവോ, എങ്ങനെ രക്ഷ സ്വീകരിച്ചുവോ അതുപോലെ സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പരിശുദ്ധ അമ്മ എങ്ങനെയാണ് രക്ഷ സ്വീകരിച്ചത്. ഇതാ വചനം പറയുന്നു, പരിശുദ്ധ അമ്മ എങ്ങനെ രക്ഷ സ്വീകരിച്ചു. വചനം പറയുന്നൊരു കാര്യമുണ്ട്, ഇതാ നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ലൂക്ക 2:35 നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞപ്പോൾ ദൈവഹിതം നിറവേറട്ടെ. അപ്പോൾ കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധമ്മ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധമ്മ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം ഇതാണ്. ഈശോ കുരിശിൻ്റെ വഴിയിൽ നമുക്ക് പരിശുദ്ധമ്മയെ നൽകുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത് പരിശുദ്ധമ്മ ജീവിതത്തെ സ്വീകരിച്ചതുപോലെ നമ്മൾ സ്വീകരിക്കുക. പരിശുദ്ധമ്മ, പ്രിയപ്പെട്ടവരെ, എങ്ങനെ കുരിശിനെ സ്വീകരിച്ചുവോ അതുപോലെ നമ്മൾ സ്വീകരിക്കുക. ഇതാ നിൻ്റെ ഹൃദയത്തിലൂടെ വാൾ കടക്കട്ടെ എന്ന് കേൾക്കുമ്പോഴും, വാൾ കടക്കുമെന്ന് കേൾക്കുമ്പോഴും ദൈവഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിനെ സ്വീകരിച്ച പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ സ്വീകരിക്കുവാനാണ് ഈശോ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമ്മളെ തകർക്കുന്ന, ജീവിതത്തിൽ നമ്മളെ മുറിവേൽപ്പിക്കുന്ന, ജീവിതത്തിൽ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പഠിപ്പിക്കുവാനും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിലുണ്ട്. അതിനാൽ പരിശുദ്ധ അമ്മ, ഇത് അമ്മയെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമത് വചനം നമ്മളോട് പറയുന്നത്, ഇത് എൻ്റെ അമ്മ സ്വീകരിച്ചതുപോലെ ജീവിതത്തെ സ്വീകരിക്കാൻ പഠിക്കുക എന്നാണ് ഈശോ നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, ഈശോ വിളിക്കുകയാണ് സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ
പറയുന്നുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, സ്ത്രീയെ എന്ന് വിളിക്കുന്നു. പലപ്പോഴും പലരുടെയും ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് യേശു അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചു, അമ്മയെന്ന് വിളിച്ചില്ല? നമുക്കറിയാം, ഒരു സ്ത്രീയിലൂടെ, ആ സ്ത്രീയോടാണ് പിശാച് പറഞ്ഞത്. എന്തു പറഞ്ഞു? ആ സ്ത്രീയോട് പിശാച് എന്ത് പറഞ്ഞു? ദൈവം പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ പഴം തിന്നരുതെന്ന്? ഉണ്ട്, ഇതിൻ്റെ പഴം തിന്നരുത്. ഉടനെ ആ ദൈവസ്വരം, തിന്നരുത് എന്ന ദൈവസ്വരം തെറ്റിക്കുവാൻ, അതിൽ നിന്ന് വ്യതിചലിക്കുവാൻ ആദ്യം പിശാച് പറയുന്നത് സ്ത്രീയോടാണ്. വചനം പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 3:4, സർപ്പം സ്ത്രീയോട് പറഞ്ഞു. കണ്ടോ, സ്ത്രീ എന്ന വാക്ക് അവിടെ വരുന്നുണ്ട്, സ്ത്രീ. ഇതാ നമ്മളൊരു കാര്യം ഓർക്കുക. അപ്പോൾ എന്തായിരുന്നു പാപം? ഒരു സ്ത്രീയുടെ അനുസരണക്കേട് വഴി അവിടെയാണ് പാപം വരുന്നത്. പാമ്പ് സ്ത്രീയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപത്തിൻ്റെ വിവരണം ആരംഭിക്കുന്നത്. പാമ്പ് സ്ത്രീയോട് പറഞ്ഞു, ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ പഴം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? പാമ്പ് സ്ത്രീയോട് പറഞ്ഞു. ഉൽപ്പത്തി 3:4 നമ്മളത് വായിക്കുന്നു. ഇനി അപ്പോൾ എന്താണ് ഒരു സ്ത്രീയുടെ അനുസരണക്കേട്? ഇനി മറ്റൊരു സ്ത്രീയുടെ അനുസരണം. ആ സ്ത്രീ എന്താ പറയുന്നത്? ആ സ്ത്രീ എന്താ ചെയ്തത്? ആ സ്ത്രീ പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടമേ നിറവേറാവുള്ളൂ. അത് പറഞ്ഞ സ്ത്രീയാണ് പരിശുദ്ധമ്മ. ഇനി സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ ഈ സ്ത്രീ എന്താ പറയുന്നത്? ഈ പുതിയ നിയമത്തിലെ സ്ത്രീ എന്താ പറയുന്നത്? പുതിയ നിയമത്തിലെ പരിശുദ്ധമ്മ എന്താ പറയുന്നത്? എവിടെയാണ് പരിശുദ്ധമ്മയെ ഈശോ സ്ത്രീ എന്ന് വിളിക്കുന്നത്? യോഹന്നാൻ 2 കാനായിലെ കല്യാണത്തിൽ, കുടുംബത്തിൽ സ്ത്രീയെ എന്ന് വിളിക്കുന്നു. അവിടെ എന്താ സംഭവം? എന്താ ആ സ്ത്രീ ആദ്യം പറയുന്നത്? എന്താ? യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് പരിശുദ്ധമ്മ ആദ്യം പറയുന്ന വചനവേദ, ആ വചനവിതാണ്, അവൻ പറയുന്നത് കേൾക്കുക. ഇവിടെയാണ് പഴയ നിയമം മാറുന്നത്. അവൻ പറയുന്നത് കേൾക്കണ്ട എന്ന് പിശാച് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് കേൾക്കാതിരുന്നത് ഒരു പെണ്ണാണ്. ഇതാ പുതിയ നിയമത്തിൽ മറ്റൊരു സ്ത്രീ പറയുകയാണ്, അവൻ പറയുന്നത് കേൾക്കുക. അവൻ പറയുന്നത് കേൾക്കാൻ പറയുന്ന സ്ത്രീയുടെ പേരാണ് പരിശുദ്ധ മറിയം. പ്രിയപ്പെട്ടവരെ, സ്ത്രീയെ എന്ന് വിളിക്കണം. ഇനി ഉദാഹരണത്തിന് കാനായിലെ കുടുംബത്തിൽ വെച്ച് യേശു അമ്മയെന്ന് വിളിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഒരു കാര്യം ഉറപ്പാണ്, ദൈവമാതാവെന്ന് അറിയപ്പെടും. ദൈവമാതാവെന്ന് അറിയപ്പെടും, അതിൽ സംശയമില്ല. പരിശുദ്ധമ്മ ദൈവമാതാവ് തന്നെയാണ്. ഇതാ അമ്മയെ യേശു കൊടുക്കുന്നു, ദൈവമാതാവ് തന്നെയാണ്, സഭ പ്രഖ്യാപിക്കുന്നു. എന്നാൽ യേശു അതിലൊതുക്കാൻ ആഗ്രഹിച്ചില്ല. ദൈവമാതാവായിട്ട് ഒതുങ്ങേണ്ടതല്ല. എൻ്റെ കൂടെ സഹരക്ഷകയാകുന്നു പരിശുദ്ധമ്മ. പരിശുദ്ധമ്മ സഹരക്ഷകയാവുക. ഈ ഒരൊറ്റ വിളിയിൽ സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ അവൾ സഹരക്ഷകയാണ്. അവൾ സഹരക്ഷകയായിട്ട് മാറുകയാണ്. എൻ്റെ അമ്മ വെറുതെ അങ്ങ് പോകരുത്, അവൾ സഹരക്ഷകയാണ്. സ്ത്രീയെ എന്ന് വിളിച്ചു. സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ ആദ്യത്തെ സ്ത്രീ ദൈവത്തിൻ്റെ വചനം ധിക്കരിച്ചുവെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ പഠിപ്പിക്കുന്നു പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രണ്ടാമത് പരിശുദ്ധ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുമ്പോൾ ഇതാ നമ്മളുടെ മുമ്പിൽ ദൈവം പറഞ്ഞു തരുന്ന, ഈശോ പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്: ദൈവവചനം അനുസരിക്കുക. ദൈവവചനം അനുസരിക്കുന്നവർക്കാണ് യേശുവിലൂടെയുള്ള രക്ഷ സ്വീകരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ആ വീഞ്ഞ്, ആ പുതിയ അഭിഷേകം നമ്മൾ സ്വീകരിക്കുന്നത് പരിശുദ്ധമ്മയോട് ചേർന്നാണ് എന്ന് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷം. അപ്പോൾ ഇതാ നിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ അത് വെറുതെയല്ല, അത് സഹരക്ഷകയാണ്. അപ്പോൾ വെറുതെ ഒരു വൈകാരിക തലമല്ല പരിശുദ്ധ അമ്മയോടുള്ള സഭയുടെ ബന്ധം എന്നത്. വെറുതെ ഒരു വൈകാരിക തലമല്ല, മറിച്ച് പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് എന്ന് വെച്ചാൽ യേശുവിൻ്റെ രക്ഷ, പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് യേശുവിൻ്റെ രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നമുക്കറിയാം, യേശുവിനെ ജ്ഞാനികൾ കാണുന്നത്
വചനം പറയുന്നുണ്ട്, അവർ കാലിത്തൊഴുത്തിൽ പ്രവേശിച്ച് യേശുവിൻ്റെ അമ്മയോട് ചേർന്ന് യേശുവിനെ ആരാധിച്ചു. അപ്പോൾ നമുക്കറിയാം, രക്ഷാകര ചരിത്രത്തിൽ അമ്മ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാന്നിധ്യമാണ്. എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ സ്വീകരിക്കേണ്ടത് പരിശുദ്ധ അമ്മയോട് ചേർന്നാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ രക്ഷ സ്വീകരിക്കണം. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വൈകാരികമായ ബന്ധമാണ് പരിശുദ്ധ അമ്മയോടുള്ളത്. പരിശുദ്ധ അമ്മയോട് വൈകാരികമായൊരു ബന്ധമാണുള്ളത്. പ്രിയപ്പെട്ടവരെ, അമ്മയോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരുക. നമ്മുടെ കുടുംബത്തിൽ അമ്മയുണ്ടാകണം. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ജപമാലയാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ കൊന്തയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കൊന്തയിൽ നമ്മൾ എവിടെയാണ്? കൊന്തയിൽ നമ്മൾ ധ്യാനിക്കുന്ന സന്തോഷത്തിൻ്റെ രഹസ്യം മുതൽ പ്രകാശത്തിൻ്റെ രഹസ്യം വരെ നമ്മൾ ധ്യാനിച്ചവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് മുഴുവനും യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷാകര സംഭവങ്ങളെ നമ്മൾ ധ്യാനിക്കുക. യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷാകര സംഭവങ്ങളെ നമ്മൾ ധ്യാനിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. പരിശുദ്ധ അമ്മയെ നമ്മൾ യേശുവിൻ്റെ കരങ്ങളിൽ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ഒന്ന്, എങ്ങനെ ദൈവഹിതത്തിന് വിധേയപ്പെടാം, എങ്ങനെ വചനമനുസരിക്കാം. അടുത്തത്, പരിശുദ്ധ അമ്മ കുരിശിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. എങ്ങനെ ജീവിതത്തിലെ സഹനങ്ങൾ സ്വീകരിക്കാം, എങ്ങനെ സഹനങ്ങളെ സ്വീകരിക്കാം. ഇത് മറ്റൊരാൾ പഠിപ്പിക്കുന്നില്ല. ഇത് പഠിപ്പിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധമ്മ. ഞാൻ പറഞ്ഞില്ലേ, കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധമ്മ ആശ്വാസമാണ്, പരിശുദ്ധമ്മ പ്രതീക്ഷയാണ്. പരിശുദ്ധമ്മ ആശ്വാസമാണ്, പരിശുദ്ധമ്മ പ്രതീക്ഷയാണ്. ഇതുപോലെ ഞെരുക്കപ്പെട്ട ആരാ ഉള്ളത്? ഇതുപോലെ അല്ലേ, വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുന്നു ഒരു സ്ത്രീ. വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിക്കപ്പെട്ടവളായി കണ്ടു കഴിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നതാ നിയമം. അവിടെയാണ് ഈ 13 വയസ്സുകാരിയായ മറിയം മംഗളവാർത്ത കേൾക്കുമ്പോൾ അവൾ പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, അമ്മ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ, ജപമാല കയ്യിൽ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ പിടിക്കുന്നത് ആ വലിയ ശക്തിയെയാണ്. മരിക്കും ഈ വചനം കേട്ടാൽ, ദൈവം പറയുന്ന ഈ കാര്യം അനുസരിച്ചാൽ, ദൈവം പറയുന്ന ഈ കാര്യം അനുസരിച്ച് കഴിഞ്ഞാൽ മറിയത്തിനുറപ്പാണ് അത് തൻ്റെ മരണത്തിലേക്കുള്ള വഴിയാണ്. അത് തൻ്റെ മരണത്തിലേക്കുള്ള വഴിയാണ്. എങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എപ്പോഴും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഒരമ്മയും കാണാൻ പാടില്ലാത്തൊരു കാഴ്ച, ഒരമ്മയ്ക്കും സങ്കല്പിക്കാൻ പറ്റാത്തൊരു കാഴ്ച, ഒരമ്മയ്ക്കും വിഭാവനം ചെയ്യാൻ പറ്റാത്തൊരു ചിത്രം ആ അമ്മ മുമ്പിൽ കണ്ടു. സ്വന്തം മകൻ 3 ആണികളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കുരിശിൽ കിടക്കുമ്പോൾ ഏതമ്മയ്ക്കത് കണ്ടു നിൽക്കാൻ പറ്റും? പക്ഷേ അതിൻ്റെ മുമ്പിലും അവൾ നിന്നു. ഏതമ്മയാണ് ആ സംഭവത്തെ സ്വീകരിക്കാൻ പറ്റുന്നത്? മകൻ്റെ ചേതനയേറ്റ ശരീരം തൻ്റെ മടിയിലേക്ക് വരുന്നു, അവിടെയും അവൾ നിന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെ സ്വീകരിക്കാനാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. ഈ അമ്മയെ സ്വീകരിക്കാനാണ് യേശു നമ്മളോട് പറയുന്നത്. ഈ അമ്മയെ കൂടാതെ ഈ കുരിശിൻ്റെ വഴിയെ നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല. ഈ അമ്മയെ കൂടാതെ ഈ കുരിശിൻ്റെ വഴിയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഈ അമ്മയെ കൂടാതെ സഹനത്തിൻ്റെ കാസ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഈ അമ്മയുണ്ടാകണം. ഈ അമ്മ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. ഈ അമ്മ ജീവിതത്തിൻ്റെ ശക്തിയായിട്ട് മാറണം. അതിനാൽ നമ്മൾ ഏറ്റവും കൂടുതൽ, അതുകൊണ്ടാണ് ഈശോ പഠിപ്പിക്കുന്നത്, സ്ത്രീയെ ഇതാ മകനെ, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ അമ്മ. ഈ അമ്മയെ സ്വീകരിക്കുക, ഈ അമ്മയെ ജീവിതത്തിൽ സ്വീകരിക്കുക. ഏത് സഹനക്കടലും ഏത് കാൽവരിയിലും നമുക്ക് നിൽക്കാൻ പറ്റും. ഏത് കാൽവരിയിലും നമുക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ ഈ അമ്മ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ കുടുംബം എത്രത്തോളം പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുന്നു, നമ്മുടെ കുടുംബം എത്രത്തോളം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്.
പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം കുടുംബങ്ങളിൽ ഒരുപാട് രോഗങ്ങൾ, തകർച്ചകൾ, വേദനകൾ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് പരിശുദ്ധ അമ്മയെയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അപ്പോൾ കാൽവരി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് സഹനത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. അടുത്ത കാര്യം ഇതാണ്. നമുക്കറിയാം, ഈശോ മരിക്കാൻ പോകുമ്പോഴും ഈശോ ഒരു നിയമവും തെറ്റിക്കുന്നില്ല, അല്ലേ? ഒരു കൽപ്പന ഇതാണ്, പുറപ്പാട് 20:12, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നമുക്കറിയാം, യേശുവിൻ്റെ കുരിശുമരണം നടക്കുമ്പോൾ നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നത് ഔസേപ്പിതാവ് മരിച്ചു. ഇതാ പരിശുദ്ധമ്മയുടെ കാര്യം ശ്രദ്ധിക്കുക. യേശുവിൻ്റെ കുരിശിൽ യേശു ഒന്നും അവശേഷിപ്പിക്കുന്നില്ല. കണ്ടോ, എത്ര ശ്രദ്ധയാണ് ഈ അമ്മയോട് കാണിക്കുന്നത്. അമ്മയെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് യോഹന്നാൻ്റെ കയ്യിൽ അമ്മയെ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ, ഇനി ആ അമ്മയുടെ, അപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം. ജീവിതത്തിൻ്റെ സഹനത്തിലും വേദനയിലും നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ മറക്കാൻ പാടില്ല. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സഹനങ്ങളിൽ പോലും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കുരിശിൽ പോലും, ആ കുരിശിലും ദൈവം ആഗ്രഹിക്കുന്ന ചില പൂർത്തീകരണങ്ങളുണ്ട്. അതാണ് പരിശുദ്ധ അമ്മയെ യോഹന്നാനെ ഏൽപ്പിക്കുന്നു. നമുക്കറിയാം, ഈ പരിശുദ്ധ അമ്മയോട് കൂടെ കാൽവരിയിൽ നിൽക്കുന്ന യോഹന്നാൻ പിന്നീട് ഈ പരിശുദ്ധ അമ്മയോട് കൂടെ ചെന്നിരിക്കുന്ന സ്ഥലമാണ് സെഹ്യോനുട്ടിശാല. അവിടെയാണ് പന്തക്കുസ്ത വന്നത്. പ്രിയപ്പെട്ടവരെ, അവർ യേശുവിൻ്റെ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഈ രക്ഷാകര രഹസ്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയെ സ്വീകരിക്കുക. അപ്പോൾ എന്താണ് കാൽവരിയിൽ ഈ വചനം നമ്മളോട് പറയുന്നത്? എന്താണ് ഈ വചനം നമ്മളോട് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം ഇതാണ്: പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ, കുടുംബത്തിൽ സ്വീകരിക്കുന്നവനാണ് ക്രിസ്തു ശിഷ്യൻ. 2, പരിശുദ്ധ അമ്മ, പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ വഴിയിൽ ആശ്വാസവും പ്രതീക്ഷയുമാണ്. മേരി, ദ സൈൻ ഓഫ് ട്രൂ ഹോപ്പ് ആൻഡ് കംഫർട്ട് ഫോർ ദ പിൽഗ്രിം പീപ്പിൾ ഓഫ് ഗോഡ്. പരിശുദ്ധ അമ്മ പ്രതീക്ഷയും ആശ്വാസവുമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ സഹന വഴിയിൽ പരിശുദ്ധമ്മയുണ്ടാകണം. 3, പരിശുദ്ധമ്മയെ സ്വീകരിക്കാൻ പറയുമ്പോൾ പരിശുദ്ധമ്മ സ്വീകരിച്ചതുപോലെ ജീവിതത്തെ സ്വീകരിക്കുക. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുക. പരിശുദ്ധ അമ്മ, പ്രിയപ്പെട്ടവരെ, എങ്ങനെ പറഞ്ഞു ആ കുടുംബത്തോട്? പരിശുദ്ധ മാതാ പറയുന്നത്, മക്കളെ, അവൻ്റെ വചനം കേൾക്കുക, അവൻ പറയുന്നത് കേൾക്കുക. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ അമ്മയെ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനാൽ പരിശുദ്ധ അമ്മ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ എന്നും നമ്മൾ ചേർത്ത് പിടിക്കേണ്ട നമ്മുടെ മക്കളെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ, നമുക്കറിയാം, ഒക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് കുരിശിൻ്റെ വഴിയിൽ നിൽക്കുക. അതാണ് കുരിശിൻ്റെ വഴി രക്ഷാകരമാകാനുള്ള ഏറ്റവും എളുപ്പവഴി. അതിനാൽ നമുക്ക് പരിശുദ്ധ അമ്മ പ്രത്യാശയും ആശ്വാസവുമാണ്. നമുക്ക് അമ്മയോട് ചേർന്ന് ഈ മണിക്കൂറിൽ ആരാധിക്കാം. അമ്മയോട് ചേർന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലും കുടുംബത്തിലും യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്ന നിമിഷമാണ്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പരിശുദ്ധമ്മ വിശ്വസിച്ചൊരു വചനമാണ്. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1:37 നമുക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലുണ്ടാകുവാൻ പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം.
നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊപ്പം നാഥൻ അണയുന്നു. അമ്മ മേരിക്കൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗാദി സ്വർഗം ചാഞ്ഞി മണ്ണിൽ നിറയുന്നു. മാലാഖമാരോടൊന്നായി നാഥൻ അണയുന്നു. ആനന്ദമേ എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ ഉള്ളിൽ ആഹ്ലാദമേ. അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ ആനന്ദമേ എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ ഉള്ളിൽ ആഹ്ലാദമേ. അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ ഇസ്രായേലർക്ക് മന്ന പൊഴിച്ച ശക്തനാം ദൈവം ദിവ്യമന്നയായി പെയ്തിറങ്ങിയ പേടകമല്ലോ നീ, മന്ന പേടകമല്ലോ നീ. ഇസ്രായേലിയർക്ക് മന്ന പൊഴിച്ച ശക്തനാം ദൈവം ദിവ്യമന്നയായി പെയ്തിറങ്ങിയ പേടകമല്ലോ നീ, മന്ന പേടകമല്ലോ നീ. ആഹാ അമ്മയ്ക്കൊപ്പം ഈശോയെ ആരാധിക്കും നീ. ആനന്ദമേ എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ ഉള്ളിൽ ആഹ്ലാദമേ. അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ ആനന്ദമേ എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ആഹ്ലാദമേ ഉള്ളിൽ ആഹ്ലാദമേ. അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. കാൽവരിയിൽ എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന് നമ്മെ കാൽവരി ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഓരോ ക്രിസ്ത്യാനിയെയുമാണ്. യോഹന്നാൻ പ്രതിനിധാനം ചെയ്യുന്നത് ഓരോ ക്രിസ്തു ശിഷ്യനെയുമാണ്. എന്താണ് യോഹന്നാൻ ചെയ്യുന്നത്? ഒന്ന്, യോഹന്നാൻ കുരിശിൻ്റെ അടുത്ത് നിൽക്കുന്നു. യോഹന്നാൻ അടുത്ത് നിൽക്കുന്നത് കുരിശിൻ്റെ അടുത്താണ്. കുരിശ് ബലി. ഒന്നാമത് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് ബലിയോടാണ്, കുർബാനയോടാണ്. യേശു കുരിശിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നു. രണ്ടാമത് നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത് പരിശുദ്ധ അമ്മയോടാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ യേശു പഠിപ്പിക്കുകയാണ്.
യേശു കാണിച്ചു തരികയാണ് സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ട്. ഒരു സ്ത്രീയുടെ അനുസരണക്കേട് മൂലം പാപം ലോകത്തിലേക്ക് വന്നുവെങ്കിൽ മറ്റൊരു സ്ത്രീ ഇതാ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ അനുസരണം വഴി രക്ഷ ലോകത്തിലേക്ക് വന്നു. അതിനാൽ യേശു പറയുകയാണ്, ഇവളെ സ്വീകരിക്കുക. യോഹന്നാനോട് യേശു പറയുന്ന കാര്യം അതാണ്, അമ്മയെ സ്വീകരിക്കുക. അമ്മയെ സ്വീകരിച്ച് യോഹന്നാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഓരോ കുടുംബത്തോടും ഈശോ പറയുന്നത്, എൻ്റെ അമ്മയെ നീ നിൻ്റെ കുടുംബത്തിൽ ചേർത്ത് വയ്ക്കുക. യോഹന്നാന് അമ്മയെ കൊടുത്തത് വഴി കാൽവരി ബലിയിലെ ഈശോ, കുരിശിൽ കിടക്കുന്ന ഈശോ, കുർബാനയായ ഈശോ നമ്മളോട് ഓരോ കുർബാനയിലും പറയുന്നത്, നീ എൻ്റെ അമ്മയുമായി നിൻ്റെ വീട്ടിലേക്ക് പോവുക. പ്രിയപ്പെട്ടവരെ, അതിനാൽ പരിശുദ്ധ അമ്മയാണ് ആദ്യത്തെ സക്രാരി എന്ന് സഭ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചത് വാഗ്ദാന പേടകത്തിലായിരുന്നു. വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നത് ദൈവകൽപ്പനകൾ എഴുതിയ കൽപ്പലക, വാഗ്ദാന പേടകത്തിലുണ്ടായത് അഹ്റോൻ്റെ വടി, വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നത് ദൈവം പൊഴിച്ച മന്ന. ഈ 3 കാര്യങ്ങളാണ് വാഗ്ദാന പേടകത്തിലുണ്ടായിരുന്നത്. ഈ 3 കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവ സാന്നിധ്യം നൽകിയത്. എന്നാൽ ഈ 3 കാര്യങ്ങൾ, വചനം, കൽപ്പന വചനത്തെ ഓർമ്മിപ്പിക്കുന്നു, അഹ്റോൻ്റെ തളിർത്ത വടി പൗരോഹിത്യത്തെ ഓർമ്മിപ്പിക്കുന്നു, മന്ന വിശുദ്ധ കുർബാനയെ ഓർമ്മിപ്പിക്കുന്നു. ഈ 3ഉം അടങ്ങിയ വാഗ്ദാന പേടകം പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയാണ്. അതിനാൽ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മയോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം, അമ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി പരിശുദ്ധ അമ്മയാണ്. ഈശോയിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല വഴി പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും വേദന മനസ്സിലാക്കുന്ന, നമ്മുടെ ഹൃദയ നൊമ്പരങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം. അമ്മയോട് ചേർന്ന് ഇപ്പോൾ ആരാധിക്കുന്ന എല്ലാ മക്കളെയും വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹായമായിട്ട്, കൂട്ടായിട്ട്, മാതൃകയായിട്ട് ഈശോ ഞങ്ങൾക്ക് നൽകിയതാണ് അമ്മയെ. അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച ശിഷ്യന്മാരിലാണ് പന്തക്കുസ്ത വന്നത്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചവരിലാണ് പന്തക്കുസ്ത അഭിഷേകമായിട്ട് മാറിയത്. പരിശുദ്ധ അമ്മേ, ഈ മണിക്കൂറിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മണിക്കൂറിൽ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ അടുത്ത് വെളിപ്പെടുത്തണമേ. അമ്മേ, ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ. എലിസബത്തിൻ്റെ കുടുംബത്തിലേക്ക് പോയ, സക്രിയാസിൻ്റെയും എലിസബത്തിൻ്റെയും കുടുംബത്തിലേക്ക് ഓടിക്കേറിയ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്നു. അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈശോയെ മഹത്വപ്പെടുത്തുന്നു. അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്നു. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ. അമ്മയോടു ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു. അമ്മയിൽ നിത്യവും ഞങ്ങൾ മാധ്യസ്ഥം തേടിടുന്നു. അമ്മയോട് ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു. അമ്മയിൽ നിത്യവും ഞങ്ങൾ മാധ്യസ്ഥം തേടിടുന്നു. പ്രിയപ്പെട്ടവരെ, അമ്മയെ യോഹന്നാൻ സ്വഭവനത്തിൽ സ്വീകരിച്ചുവെന്ന് പറയുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്നതാണ് അമ്മയെപ്പോലെ ദൈവഹിതത്തിന് വിധേയപ്പെടുക. അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചങ്കിലൂടെ വാൾ കടക്കുമെന്നറിയുമ്പോഴും ദൈവഹിതം നിറവേറട്ടെ എന്ന് പറയുന്നവൾ. കുരിശിൻ്റെ നിഴലാണ് പരിശുദ്ധ അമ്മ. യേശു കുരിശിൻ്റെ ഒരു പുറത്താണെങ്കിൽ ആ കുരിശിൻ്റെ കീഴെ പരിശുദ്ധ അമ്മയുണ്ട്. അതേ വേദനകൾ, അതേ വേദന മരണത്തോളം അനുസരിക്കാൻ തയ്യാറായവളുടെ പേരാണ് മറിയം.
അതിനാൽ നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും, എന്തെല്ലാം വാളുകൾ ജീവിതത്തിൻ്റെ മുമ്പിൽ വന്നാലും, എന്തെല്ലാം സഹനങ്ങളുണ്ടായാലും, എത്രയൊക്കെ താഴേണ്ടി വന്നാലും, എത്രയൊക്കെ എളിമപ്പെടേണ്ടി വന്നാലും മക്കളെ അനുസരിക്കുക. പരിശുദ്ധ അമ്മേ, ദൈവഹിതം മനസ്സിലാക്കാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ, ദൈവഹിതം അനുസരിക്കാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ, ദൈവഹിതത്തിന് വിധേയപ്പെടാൻ പറ്റാതെ ഞങ്ങൾ നിൽക്കുമ്പോൾ അമ്മേ ഞങ്ങളെ പഠിപ്പിക്കണേ ദൈവഹിതത്തിന് വിധേയപ്പെടാൻ. ദൈവഹിതത്തെ അനുസരിക്കുന്നിടത്തെല്ലാം ദിവ്യകാരുണ്യമുണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കി തരണേ പരിശുദ്ധ അമ്മേ. അവൻ ബലിയോളം അനുസരണയുള്ളവനായി. അമ്മേ, അമ്മയിലുണ്ടായിരുന്ന ആ മനസ്സ്, യേശുവിൽ ഞങ്ങൾ കാണുന്ന ആ മനസ്സ് അനുസരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ദൈവഹിതം അന്വേഷിക്കുവാനുള്ള കൃപ, ദൈവഹിതത്തിന് വിധേയപ്പെടുവാനുള്ള കൃപ ഞങ്ങൾക്കുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, അനേകം കുടുംബങ്ങളെ, അനേകം ദാമ്പത്യ ജീവിതങ്ങൾ ദൈവത്തെ അനുസരിക്കുവാൻ, അനേക സമർപ്പിത ജീവിതങ്ങൾ, അനേകം പുരോഹിതർ ദൈവത്തെ അനുസരിക്കുവാൻ, അധികാരികളിലൂടെ ദൈവിക തീരുമാനങ്ങളിലൂടെ വെളിപ്പെടുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ അനേകം പുരോഹിതരെ, അനേക സമർപ്പിതരെ, അനേകം കുടുംബങ്ങളെ, അനേകം വ്യക്തികളെ ഈശോയെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം പരിശുദ്ധ അമ്മയോട് ചേർത്ത് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. ദൈവഹിതം അന്വേഷിക്കുവാൻ, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ അമ്മേ ഞങ്ങളെ പഠിപ്പിക്കണമേ. എന്തെല്ലാം സംഭവിച്ചാലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എന്തെല്ലാം ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാനോട് യേശു പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. യോഹന്നാൻ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അമ്മ ഒരു വീട്ടിലുണ്ടായിരുന്ന കഥ പറഞ്ഞിട്ടാണ്. അമ്മ വീട്ടിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും യേശുവിൻ്റെ ഇടപെടൽ പെട്ടെന്ന് കാണാൻ പറ്റും. സമയമായിട്ടില്ല, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്നു, എൻ്റെ സമയമായിട്ടില്ല. സമയമാകാതിരുന്നിട്ട് പോലും യേശു പ്രവർത്തിക്കുന്നു. കാരണം അമ്മ പറഞ്ഞു. അമ്മ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക. പ്രിയപ്പെട്ടവരെ, അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളോട് അമ്മ പറയുന്നത്, അവൻ പറയുന്നത് കേൾക്ക്. ഏറ്റവും നല്ലത് സംഭവിക്കണമെങ്കിൽ പ്രതീക്ഷിക്കാത്ത സഹനങ്ങൾ, പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങൾ ജീവിതത്തെ തേടിയെത്തുമ്പോൾ ഇതാ ഏറ്റവും നല്ലത്, ആ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും നല്ലതുണ്ടാകണമെങ്കിൽ പരിശുദ്ധമ്മയുണ്ടാകണം. നമ്മൾ കാണുന്നു, വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ കുടുംബം മുഴുവനും സങ്കടപ്പെട്ടു. ആ കുടുംബം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഉണ്ടാകുമെന്ന്. ആ കുടുംബം ഒരുപാട് ഉരുകി. എന്നാൽ പരിശുദ്ധമ്മ പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യ്. പരിശുദ്ധമ്മ കുടുംബത്തിന് വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ നിന്നു. ഇതാ കലവറക്കാരൻ പറയുന്നു, ഇത്രയും നല്ല വീഞ്ഞ് നീ എവിടെയാണ് മാറ്റിവെച്ചിരുന്നത്? പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ലത് വെളിപ്പെടാൻ ഏറ്റവും എളുപ്പവഴി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനോട്
ചേർന്ന് നിൽക്കുക എന്നതാ. ഏറ്റവും നല്ലത് വെളിപ്പെടാൻ പരിശുദ്ധമ്മ പറയുന്ന വഴി അവൻ പറയുന്നത് കേൾക്കുക എന്നതാണ്. ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക, കുടുംബങ്ങളുടെ പ്രതിസന്ധികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ, ഭാരപ്പെടുന്ന അനേകം കുടുംബങ്ങളെ, ഭാരപ്പെടുന്ന അനേകം ജീവിതങ്ങളെ, ഒരുപക്ഷെ വളരെ കാലമായ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ, അമ്മയുടെ മാധ്യശക്തിയിൽ ദിവ്യകാരണത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാനായിലെ കുടുംബത്തിൽ ആ കുടുംബത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മേ, ആ കുടുംബത്തിൻ്റെ നൊമ്പരങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ ഉണർത്തിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവിക ഇടപെടലുണ്ടാകുവാൻ, ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന കുടുംബമായി ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ, ജീവിതങ്ങൾ മാറാൻ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കരമുയർത്തി ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ. തിരുക്കുടുംബത്തിൻ നാഥയാമമ്മേ, എൻ കുടുംബത്തെ നീ കാത്തിടണേ. തിരുക്കുടുംബത്തിൻ നാഥയാമമ്മേ, എൻ കുടുംബത്തെ നീ കാത്തിടണേ. തിരുക്കുടുംബത്തിൻ നാഥയാമമ്മേ, എൻ കുടുംബത്തെ നീ കാത്തിടണേ. വിശുദ്ധ കുർബാനയിൽ നമ്മളെ ചേർത്ത് വയ്ക്കുമ്പോൾ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ കാണുകയാണ്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ ധ്യാനിക്കുകയായിരുന്നു. ഇതാ 4-ാം സ്ഥലത്ത് പരിശുദ്ധ അമ്മ സഭ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴിയിൽ അമ്മ പ്രത്യാശയും ആശ്വാസവുമാണ് എന്ന്. അമ്മ പ്രത്യാശയും ആശ്വാസവുമാണ് എന്ന്. ജീവിതത്തിൽ ഇവിടെ വാൾ കടന്നു പോകുന്നു എന്നറിയുമ്പോഴും ഒട്ടും പതറാതെ നിൽക്കുന്ന അമ്മ പ്രതീക്ഷയാണ്. മകൻ്റെ കാൽവരി ചുവട്ടിൽ, മകൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ പതറാതെ, കണ്ണ് നിറയാതെ നിൽക്കുന്ന അമ്മ പ്രതീക്ഷയാണ്. ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴികളിൽ എങ്ങനെ നിൽക്കണമെന്ന്, ജീവിതത്തിൻ്റെ സഹനങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്ന്, ജീവിതത്തിൻ്റെ മുമ്പിൽ കാണുന്ന കുരിശുകളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. കുരിശിൻ്റെ വഴിയിൽ അവൾ നിൽക്കുമ്പോഴും, കാൽവരിയിൽ കുരിശിൻ്റെ താഴെ അവൾ നിൽക്കുമ്പോഴും അവൾക്കൊരു കാര്യം അറിയാം: ഇവൻ ദൈവത്തിൻ്റെ മകനാണ്. ഇതിനപ്പുറത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. പരിശുദ്ധമ്മേ, ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴിയിൽ നിൽക്കുമ്പോഴും, ജീവിതത്തിൽ സഹനങ്ങളിൽ പതറി നിൽക്കുമ്പോഴും അമ്മയെപ്പോലെ നിൽക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. അവൾ പ്രതീക്ഷയാണ്. കുരിശുകളൊന്നും അവസാനിക്കാൻ പോകുന്നതല്ല, അതിനപ്പുറത്തൊരു ഉദ്ധാനമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുരിശിനപ്പുറത്തൊരു ഉദ്ധാനമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും അവൾ ആശ്വാസമാണ്, അവൾ ആശ്വാസമാണ്. പരിശുദ്ധമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസമായിട്ട് മാറണേ. ഒരു നിമിഷം ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന എല്ലാ വേദനകളെയും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വിശുദ്ധ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. നമുക്ക് പരിശുദ്ധ അമ്മ വഴി വിശുദ്ധ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ ദൈവം ഇതെനിക്ക് അനുവദിക്കുമ്പോൾ, ദൈവം ഇത് എൻ്റെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുമ്പോൾ ഒട്ടും പതറാതെ, ഒട്ടും അതിനെയോർത്ത് ദുഃഖിക്കാതെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞാൻ സ്വീകരിക്കുന്നു. ഇപ്പോഴത്തെ നമ്മളുടെ കുടുംബത്തിലെ വേദനകൾ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ,
ഈ ആരാധനയിൽ ഞങ്ങൾ നിയോഗം വച്ചിരിക്കുന്ന കുടുംബങ്ങൾ, ഈ ആരാധനയിൽ ഞങ്ങൾ നിയോഗം വച്ചിരിക്കുന്ന നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങളും വിശ്വസിക്കുവാൻ. പരിശുദ്ധമ്മേ, അമ്മയോട് സ്വർഗം പറഞ്ഞു, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ ആ വചനം ഞങ്ങൾക്ക് അഭിഷേകമായി മാറട്ടെ. ഞങ്ങളോടും ദൈവമേ, നീ പറയുന്നുണ്ട് ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ദൈവത്തിനെല്ലാം സാധ്യമാണ്. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിൽ, ജീവിതത്തിൻ്റെ കുരിശിൻ്റെ വഴികളിൽ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് വിശ്വസിച്ച് നിൽക്കുവാൻ. പരിശുദ്ധ അമ്മ കേട്ട വചനം അതായിരുന്നു, ദൈവത്തിനെല്ലാം സാധ്യമാണ്. ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് ഞങ്ങളോട് തന്നെ പറയുവാൻ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞങ്ങളോട് തന്നെ പറയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. രോഗികളെ സമർപ്പിക്കുക, കടബാധയെ സമർപ്പിക്കാം, നമുക്ക് സാമ്പത്തിക പ്രതിസന്ധിയെ സമർപ്പിക്കാം. ഒരുപക്ഷെ കടബാധ പെരുകി ഒരുപക്ഷെ ഉറക്കം നഷ്ടപ്പെട്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളെ യേശുവെ സമർപ്പിക്കുന്നു. ഒരു ജോലിയില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവരെ, ഒരു മാർഗവും കാണാതെ നിൽക്കുന്നവരെ സമർപ്പിക്കുന്നു. യേശുവേ, ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും വേദന നീ അറിയുന്നു. ഇപ്പോൾ നീ ആശീർവദിക്കണമേ. ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ രോഗികളുടെയും വേദന നീ അറിയുന്നു. ഈശോയെ, നീ ആശീർവദിക്കണമേ. ഈ നിമിഷം അങ്ങ് നൽകുന്ന ആശ്വാസം, അങ്ങ് നൽകുന്ന ആശീർവാദം ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതാ യേശു അനേകം കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ സൗഖ്യം അനേകം കുടുംബങ്ങളിലേക്ക് യേശു നൽകുന്നു. യേശുവിൻ്റെ സാന്നിധ്യം അനേകം കുടുംബങ്ങളിൽ യേശു നൽകുന്നു. യേശു അനേകം കുടുംബങ്ങളുടെ ഭരണം ഏറ്റെടുക്കുന്നു. യേശു അനേകം കുടുംബങ്ങളെ വേദനയിൽ നിന്ന്, ദുഃഖത്തിൽ നിന്ന് ആശ്വസിപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനേകം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 1:37. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിലേക്ക് വരട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, വേദനയിൽ ഈ വചനം ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. അമ്മേ അമ്മേ തായേ, മനസ്സിൽ ഭാരം കൂടുമ്പോ അമ്മേ അമ്മേ തായേ, മനസ്സിൽ ഭാരം കൂടുമ്പോൾ ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. 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 നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതൃസ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം: ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1:37.